അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ നോമ്പ് തുറക്കാനായി നല്ലൊരു വടയും പിന്നെ ബൂരിയും മുട്ടക്കുറുമിയാണ് കേട്ടോ. ഇതുണ്ടാക്കിയതൊന്ന് കണ്ടു നോക്കാം. ഇത് സാധാരണ ഉണ്ടാക്കുന്ന പരിപ്പ് വട അല്ല കേട്ടോ, നല്ല ക്രിസ്പി ആയിട്ടുള്ള വടയാണ്. ഈ വട ഉണ്ടാക്കിയിട്ടുള്ളത് നമ്മുടെ പുട്ടിനൊക്കെ ഉണ്ടാക്കുന്ന കടലയും പിന്നെ പരിപ്പും ഉപയോഗിച്ചിട്ടാണ്. പിന്നെ ഞാൻ ഫലാഫൽ ഉണ്ടാക്കുന്നതെന്നാണ് ഉദ്ദേശിച്ചത്, പക്ഷേ എൻ്റെ അടുത്ത് ഇറ്റ്യൂസിന് കൂട്ടണമല്ലോ ഫലാഫൽ ഉണ്ടാക്കുമ്പോൾ. അതില്ലാത്തത് കാരണം ഏകദേശം അത് തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഞാൻ 1 കപ്പ് പരിപ്പ് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ 1.5 കപ്പ് നമ്മൾ പുട്ടിനുണ്ടാക്കിയ കടലയും കൂടി കുതിർത്തെടുത്തിട്ടുണ്ടായിരുന്നു. ഈ പരിപ്പ് നല്ലതുപോലെ കഴുകിയെടുത്തതിന് ശേഷം നന്നായി അരച്ചെടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഒരു പച്ചമുളകും ഒരു കഷ്ണം ഇഞ്ചിയും കൂടി അരച്ചെടുക്കുന്നതുണ്ട്. ഇനി നമുക്ക് ഈ കടല ഒന്ന് അരച്ചെടുക്കാം. ഇത് രണ്ടും കൂടി നല്ലതുപോലെ അരച്ചെടുത്തതിന് ശേഷം പാകത്തിനുള്ള ഉപ്പ്, പിന്നെ ഒരു സവാളയുടെ പകുതി, 2 പച്ചമുളക് ചെറുതായി മുറിച്ചെടുത്തത്, കുറച്ച് മല്ലിയില, പിന്നെ ഇടുന്നത് കായപ്പൊടിയാണ്. ഇനി ഇതിൻ്റെ കൂടെ ഇടാനുള്ളത് ശരിക്കും ഇറ്റ്യൂസാണ് കേട്ടോ. അതെൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് ഇറ്റ്യൂസ് ഇടുന്നില്ല. ഇനി നമുക്ക് ബൂരിക്കുള്ളത് മാവ് കുഴച്ചെടുക്കാം. ഇനി വട അരച്ചെടുത്തത് മാറ്റി വെച്ചതിന് ശേഷം ബൂരിക്ക് കുഴക്കാനായി ഞാനൊരു പാത്രത്തിലേക്ക് 2 കപ്പ് ഗോതമ്പ് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അതിലേക്ക് 1/2 കപ്പ് മൈദയും 1/2 കപ്പ് റവയും കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ ഉപ്പും പഞ്ചസാരയും കൂടി ഇട്ട് നമ്മൾ സാധാരണ ബൂരിക്കൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ തന്നെ നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം റവ കൂട്ടിയത് കാരണം കുറച്ച് റെസ്റ്റ് ചെയ്യാൻ വെക്കണമല്ലോ. ഒരു 10-15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. പത്തിരി ഇപ്പം എല്ലാവർക്കും മടുത്തിട്ടുണ്ട് കേട്ടോ. അത് കാരണം ഞാൻ ബൂരി ആക്കിയതാണ്. ഇനി നമുക്ക് വട ഫ്രൈ ചെയ്യാനായി ഒരു ചട്ടി വെച്ച് അതിലേക്ക് ഓയിൽ ഒഴിച്ചതിന് ശേഷം ഓരോ ഉരുളകളും കയ്യിൽ വെച്ച് നമ്മൾ വട പരത്തിയെടുക്കുന്ന പോലെ തന്നെ വട പരത്തിയെടുത്തതിന് ശേഷം ഓരോന്നിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ഭാഗം ഫ്രൈ ആയിട്ടുണ്ട് കേട്ടോ. ഇനി മറിച്ചിട്ടതിന് ശേഷം നമുക്കിത് കോരി മാറ്റാം. നല്ല ഒരു ക്രിസ്പി ആയിട്ടുള്ള വടയാണ് കേട്ടോ. ഇപ്പോൾ വടയെല്ലാം ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതേ എണ്ണയിൽ തന്നെ ബൂരിയും കൂടി പരത്തി ഫ്രൈ ചെയ്തെടുക്കാം. എന്താണ് എല്ലാവരുടെയും വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഇവിടെ എല്ലാവർക്കും സുഖമാണ് കേട്ടോ. നോമ്പ് സന്തോഷമായും റാഹത്തായും പോയി കൊണ്ടിരിക്കുന്നു. ലാസ്റ്റ് നോമ്പായി തുടങ്ങിയാലോ നമുക്ക്. ഈ വീഡിയോ കാണുന്ന സമയത്ത് ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇപ്പോൾ നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ബൂരി എണ്ണയിലേക്ക് ഇട്ടപ്പോൾ തന്നെ ഒന്നും ചെയ്യാതെ തന്നെ പൊന്തി വന്നിട്ടുണ്ട്. നല്ല ബൂരി തന്നെയായിരുന്നു കേട്ടോ. നമ്മൾ ഈ പൊന്തി വന്ന പോലെ തന്നെ നോമ്പ് തുറക്കുന്ന സമയത്തും ഇതുപോലെ തന്നെ ഉണ്ടായിരുന്നു. കാരണം നമ്മൾ റവ കൂട്ടിയിട്ടുണ്ടല്ലോ, അതുകൊണ്ടാണ് എണ്ണ കുടിക്കാതെ നല്ലൊരു ബൂരി തന്നെ ആയി കിട്ടി. ഇനി ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ബൂരി എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. നല്ലൊരു അടിപൊളി ബൂരി തന്നെ ആയിരുന്നു കേട്ടോ, മുട്ടക്കുറുമയുടെ കൂടെ കഴിക്കാൻ. അപ്പോൾ ഇന്നത്തെ നോമ്പ് തുറക്കലിന് ഫസ്റ്റ് ഫലാഫലും ജ്യൂസും പിന്നെ തരിക്കഞ്ഞിയൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ നമുക്കിതാ കഴിക്കുന്ന സമയത്ത് ബൂരിയും നല്ലൊരു മുട്ടക്കുറുമയും നല്ലൊരു അടിപൊളി ബൂരി തന്നെ ആയിരുന്നു. തീരെ തണുത്തിട്ട് ചപ്പിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്.